ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വളരെയധികം സിമ്പിളായിട്ടുള്ള അതുപോലെ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. പരിപ്പും മുരിങ്ങക്കായും മാങ്ങയും ചക്കക്കുരുയൊക്കെ ഇട്ടിട്ടുള്ള ഒരു നല്ല ഒരു കറിയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ. അതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ഇപ്പോൾ ചക്കക്കുരു ഇല്ലെന്നുണ്ടെങ്കിൽ പരിപ്പും മാങ്ങയും അതുപോലെ തന്നെ മുരിങ്ങക്കായ ഇട്ടിട്ട് നമുക്ക് ഈ കറി വെക്കാം. അതുപോലെ തന്നെ ഏതെങ്കിലും ഒന്ന് മിസ്സിങ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് ബാക്കിയുള്ള ചേരുവകൾ വെച്ചിട്ട് കറി വെക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അഥവാ ഇനി മാങ്ങയില്ല എന്നുണ്ടെങ്കിൽ മാങ്ങയ്ക്ക് പകരം കുറച്ച് കോൽപ്പുളി പിഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ പുളിക്ക് ബാലൻസ് ആയി കിട്ടിയോളും. അപ്പോൾ ഞാനിതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ചക്കക്കുരു ഇട്ട് കൊടുക്കുകയാണ്. അരിഞ്ഞതിന് ശേഷം നല്ലപോലെ കഴുകി എടുത്തിട്ടുള്ള ചക്കക്കുരുയാണ്. അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. കണ്ടില്ലേ, ഞാൻ ഇതിൻ്റെ പുറത്തത്തെ ആ തവിട്ട് കളറുള്ള അത് ഞാൻ കളഞ്ഞിട്ടില്ല. ഏറ്റവും നല്ലതാണെന്നാണ് പറയുന്നത്. ചക്കക്കുരുവിൽ നമ്മൾ ഒരു ഇത് കഴിക്കുന്നത് നല്ലതാണെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ചുരണ്ടി കളയാണ്ട് നോക്കുക കേട്ടോ. ചിലവരെ കണ്ടിട്ടുണ്ട് നല്ലപോലെ ചുരണ്ടിയിട്ട് നല്ല വെളുത്ത സുന്ദരിയായിട്ട് വെച്ചിട്ടുണ്ടാവും കുരുവിനെ. അപ്പോൾ അങ്ങനെ ചെയ്യാണ്ട് ഇതുപോലെ എടുക്കാനായിട്ട് നോക്കാം. അപ്പോൾ ഇതേ എടുത്ത് വെച്ചിട്ടുള്ള ചക്കക്കുരുവൊക്കെ കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 2 കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കാനായിട്ട് നോക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. അപ്പോൾ പൊടികൾ ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒരു കയ്യിൽ വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇനി വേവിക്കാനായിട്ട് വെക്കാം കേട്ടോ. 2 വിസിൽ പ്രഷർ പോയതിന് ശേഷം തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അത് വെന്തതിന് ശേഷം കാണിച്ചു തരാം. അപ്പോൾ ഇനി നമുക്ക് മുരിങ്ങക്കായും മാങ്ങയും വേവിക്കാനായിട്ട് നോക്കാം. ഞാനിപ്പോൾ കുക്കറിലിട്ടിട്ടല്ല വേവിക്കുന്നത്. പലരും കുക്കറിലിട്ടൊക്കെ ആയിരിക്കും വേവിക്കുക. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോഴുള്ള ഒരു ഇതെന്ന് പറയുന്നത്, നമ്മൾ വെന്ത് കഴിഞ്ഞ് വരുമ്പോഴേ മുരിങ്ങക്കായ വഴുക്കി പോയിട്ടുണ്ടാകും. ജസ്റ്റ് ആകെ കോലക്കുടഞ്ഞ് അതുപോലെ മാങ്ങയൊന്നും കാണുന്നില്ല, മാങ്ങ ഉണ്ടോയെന്ന് നമ്മളത് പറയണം. അതുപോലെ ആയിരിക്കും ഉടഞ്ഞ് അങ്ങോട്ട് കുഴഞ്ഞ് പോയിട്ടുണ്ടാവും. അപ്പോൾ അതൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് സെപ്പറേറ്റ് ഇട്ടിട്ട് വേവിക്കാൻ വയ്ക്കുന്നത് കേട്ടോ. അപ്പോഴത്തേക്ക് ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് 4 കോല് കഴുകി അരിഞ്ഞ് വെച്ചിട്ടുള്ള മുരിങ്ങക്കായും അതുപോലെ തന്നെ ഒരു മാങ്ങയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മാങ്ങ അത്യാവശ്യത്തിന് പുളിയുള്ളതാണ്, അതുകൊണ്ടാണ് ഞാൻ ഒരെണ്ണം എടുത്തിട്ടുള്ളത്. നിങ്ങൾ എടുക്കുന്ന മാങ്ങ പുളി കുറവാണെന്നുണ്ടെങ്കിൽ 2 മാങ്ങ എടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇത് വേവിക്കാനായിട്ട് നോക്കാം. ഞാനിപ്പോൾ 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം ഒരു കയ്യിൽ വെച്ചിട്ട് ഇതൊന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്കിനി ഇത് അടുപ്പത്തേക്ക് വെക്കാനായിട്ട് നോക്കാം കേട്ടോ. അങ്ങനെ നമുക്ക് ഈ മാങ്ങയും മുരിങ്ങക്കായും അതിൻ്റെ പാകത്തിന് വേവിനനുസരിച്ചിട്ട് എടുക്കാനായിട്ട് നോക്കാം. അപ്പോൾ ഇത് വെന്ത് വരട്ടെ. അപ്പോൾ ഞാൻ കാണിച്ചു തരട്ടെ കേട്ടോ. ഇനി നമ്മുടെ കറിയിലേക്ക് ചേർക്കാനുള്ള അരപ്പ് തയ്യാറാക്കാനായിട്ട് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 മുറി നാളികേരം ചെരുകിയത്, അതുപോലെ തന്നെ 5 അല്ലി ചുവന്നുള്ളി നന്നാക്കി വെച്ചിട്ടുണ്ട്. ഇതിനൊപ്പം തന്നെ ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂണോളം നല്ല ജീരകം അതുകൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ ഫൈനായിട്ട് അരച്ചെടുക്കുക. എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ ഫൈനായിട്ട് അരച്ചെടുക്കുമ്പോൾ വെള്ളം എപ്പോഴും കുറേശ്ശെ ഒഴിച്ചിട്ട് അരച്ചെടുക്കാനായിട്ട് നോക്കുക കേട്ടോ. നല്ല പോലെ വെള്ളം ഒഴിച്ച് അരച്ചെടുത്ത് കഴിഞ്ഞാൽ ആകെ അറിയില്ല, നാളേലൊക്കെ ഇങ്ങനെ കിടക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളൂ. അപ്പോൾ ഇത് നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുള്ള മുരിങ്ങക്കായും മാങ്ങയും പാകത്തിന് വേവായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, കഷ്ണങ്ങളായി കിടക്കുന്നത് കാണുന്നുണ്ട്. തീരെ വെന്ത് കുഴഞ്ഞിട്ടൊന്നുമില്ല, എന്നാൽ വെന്തിട്ടുമുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ പരിപ്പും ചക്കക്കുരുയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടില്ലേ മുരിങ്ങക്കായും മാങ്ങയും, ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് നോക്കാം കേട്ടോ. വെള്ളത്തോട് കൂടിയിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ജസ്റ്റ് ഒരു കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. നല്ലപോലെ മിക്സ് ചെയ്യേണ്ട, ജസ്റ്റ് ഇതുപോലെ ഇളക്കി കൊടുത്താൽ മതി. ഇനി നമുക്ക് കറിയിലേക്കുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എവിടെയും ഉപ്പ് ചേർത്തിട്ടില്ല, വേവിക്കുമ്പോൾ ഒന്നും ഉപ്പ് ചേർത്തിട്ടില്ല. ഈ ടൈമിലാണ് ഉപ്പ് ചേർക്കുന്നത്. ഉപ്പ് ചേർത്തതിൻ്റെ പിന്നാലേക്ക് തന്നെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പില്ലേ, അതും ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. കണ്ടില്ലേ, നല്ലപോലെ ഫൈനായിട്ട് അരഞ്ഞ് വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫൈനായിട്ട് അരച്ചെടുക്കണമെങ്കിൽ എപ്പോഴും കുറച്ച് വെള്ളത്തിൽ അരച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതിനുശേഷം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ടൈമിൽ ചേർത്ത് കൊടുത്തിട്ടുള്ള ഉപ്പിൻ്റെ അളവെല്ലാം കറക്റ്റില്ലേ നോക്കുക. അഥവാ കുറവാണെങ്കിൽ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് കറി ഒന്ന് തിളച്ച് വരട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാനായിട്ട് നോക്കാം.
അപ്പോൾ ഇതേ കറി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഞാനിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാനായിട്ട് നോക്കാണ്. ഇനി നമുക്ക് കറിയിലേക്ക് കടുകും അതുപോലെ തന്നെ മുളകൊക്കെ താളിച്ച് വയ്ക്കാനായിട്ട് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇതേ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂണോളം കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിക്കഴിഞ്ഞ് അതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിട്ടുള്ള വറ്റൽ മുളകും അതുപോലെ തന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 വറ്റൽമുളകും അതുപോലെ തന്നെ 2 തണ്ട് കറിവേപ്പിലയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതേ ഇത് മൂത്ത് വന്നിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാണ് കേട്ടോ. ഇനി നമുക്കിത് കറിയിലേക്ക് ഒഴിക്കാനായിട്ട് നോക്കാം. അത് ഒഴിച്ചതിന് ശേഷം കറി ഒന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുക കേട്ടോ. അപ്പോൾ ആ താളിച്ച് അതിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ നമ്മുടെ കറിയിലേക്ക് മൊത്തം സ്പ്രെഡായി വരും. അതിന് ശേഷം നമുക്ക് ഇത് സെർവ് ചെയ്യാനായിട്ട് നോക്കാം. അപ്പോൾ ഇത് 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ തുറന്ന് നോക്കുകയാണ്. തുറന്ന് നോക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലൊക്കെയാണ് വരുന്നത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി നോക്കാം. പലർക്കും ഉണ്ടാക്കാനായിട്ട് അറിയായിരിക്കും. ഇനി നിങ്ങൾ ഉണ്ടാക്കുന്ന രീതി ഇങ്ങനെയല്ലെങ്കിൽ ഇതുപോലൊന്നും ഉണ്ടാക്കി നോക്കാനായിട്ട് മറക്കരുത് കേട്ടോ. കണ്ടില്ലേ, ഈ രീതിയിൽ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇട്ട് കൊടുത്തുള്ള മുരിങ്ങക്കായ ആണെങ്കിലും അതുപോലെ തന്നെ മാങ്ങ ആണെങ്കിലും ഒന്നും ഉടയില്ല. കണ്ടില്ലേ കിടക്കുന്നത്? അപ്പോൾ ഇതുപോലെ കിട്ടും. അതുപോലെ തന്നെ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ വരുന്ന ഓൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും ഫോളോ ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.